നമസ്കാരം. ശ്രീ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്കും ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്കും ദർശനത്തിനായി പോകുന്നവർക്ക് ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണിത്. കർണാടകയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്കും ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്കും എറണാകുളത്ത് നിന്ന് ട്രെയിനിൽ ഞങ്ങൾ 4 ദിവസം കൊണ്ട് പോയി വന്ന യാത്രയെക്കുറിച്ചുള്ള വിവരണമാണിത്. വെള്ളിയാഴ്ച എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഞങ്ങൾ യാത്ര ആരംഭിച്ചത്. തിരുവനന്തപുരത്തു നിന്ന് ഇൻഡോറിലേക്ക് പോകുന്ന ട്രിവാൻഡ്രം നോർത്ത് ഇൻഡോർ എക്സ്പ്രസ് ഉച്ചയ്ക്ക് 12:55 എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തും. നിങ്ങൾ എറണാകുളത്ത് നിന്ന് പോകുന്നവരാണെങ്കിൽ രാത്രിയിലുള്ള യാത്രയും കൂടെ കണക്കിലെടുത്ത് ഓക്ക എക്സ്പ്രസ് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. രാത്രി 8:25 ഓക്ക എക്സ്പ്രസ് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിറ്റേ ദിവസം രാവിലെ 7:30 കൂടിയാണ് ട്രെയിൻ ബൈണ്ടൂർ മൂകാംബിക റോഡ് സ്റ്റേഷനിൽ എത്തുന്നത്. ഞങ്ങൾക്ക് ഓക്ക എക്സ്പ്രസിൽ ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ടാണ് ഇൻഡോർ എക്സ്പ്രസിൽ പോയി ഉടുപ്പിയിൽ ഇറങ്ങേണ്ടി വന്നത്. ഉച്ചയ്ക്ക് 12:55 എറണാകുളത്ത് നിന്ന് ട്രെയിനിൽ കയറിയ ഞങ്ങൾ രാത്രി 10 മണിക്കാണ് ഉടുപ്പി സ്റ്റേഷനിൽ ഇറങ്ങിയത്. തിരുവനന്തപുരത്തു നിന്ന് യാത്ര ആരംഭിക്കുന്ന ഈ ട്രെയിനിന്റെ സ്റ്റോപ്പുകൾ എവിടെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ട്രെയിൻ നിർത്തുന്നത് കൊല്ലം ജംഗ്ഷൻ, കായംകുളം ജംഗ്ഷൻ, ആലപ്പുഴ, എറണാകുളം ജംഗ്ഷൻ, ആലുവ, തൃശൂർ, ഷൊർണൂർ ജംഗ്ഷൻ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, മാംഗ്ലൂർ ജംഗ്ഷൻ, പിന്നെ ഉടുപ്പി. ലഞ്ച് ടൈമിന് മുൻപ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് തന്നെ ലഞ്ചും ഡിന്നറും ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോവുകയായിരുന്നു. ഉടുപ്പി റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റിംഗ് ഏരിയ കൂടാതെ AC ലോഞ്ചും IRCTCയുടെ AC ഡോർമിറ്ററിയും അവൈലബിൾ ആണ്. രാത്രി 12 മണി മുതൽ രാവിലെ 5 മണി വരെയാണ് നമ്മൾ ഈ ഡോർമിറ്ററി എടുത്തിരുന്നത്. വാഷ്റൂം ഫെസിലിറ്റിയുടെ കൂടെ തന്നെ കുളിക്കുവാനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. നമ്മുടെ ലഗേജസ് വെക്കാനുള്ള ക്യാബിനും അതുപോലെ ഫോൺ ചാർജ് ചെയ്യാനായിട്ടുള്ള പ്ലഗ് പോയിന്റും ഈ ബെഡിനടുത്ത് തന്നെയുണ്ട്. ഓരോ മണിക്കൂറിനുമാണ് ഇവിടെ പൈസ ചാർജ് ചെയ്യുന്നത്. നമുക്ക് വളരെ റീസണബിൾ ആയിട്ടുള്ള റേറ്റിലാണ് ഈ ഡോർമിറ്ററി സൗകര്യം കിട്ടിയത്. രാവിലെ 5:50 ഉടുപ്പിയിലെത്തുന്ന ഓഖ എക്സ്പ്രസിനാണ് ഞങ്ങൾ മൂകാംബിക റോഡ് ബൈണ്ടൂർ സ്റ്റേഷനിലേക്ക് പോയത്. ജനറൽ കമ്പാർട്ട്മെന്റ് ചൂസ് ചെയ്യാതെ ഞങ്ങൾ ഇതിലും ടിക്കറ്റ് ബുക്ക് ചെയ്യുകയായിരുന്നു. ഞങ്ങളുടെ കഴിഞ്ഞ മൂകാംബിക യാത്ര ഓഖ എക്സ്പ്രസിലായിരുന്നു. അന്ന് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രാത്രി 8:25 ഞങ്ങൾ ട്രെയിനിൽ കയറിയത്. ബൈണ്ടൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയതിനു ശേഷം മൂകാംബിക ദേവി ക്ഷേത്രത്തിലേക്ക് 30 കിലോമീറ്ററോളമാണ് ദൂരമുള്ളത്. ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് പോകുവാനായി ഷെയർ ടാക്സി സൗകര്യവും ഓട്ടോ സൗകര്യവും ഉണ്ട്. 7:30 കൂടി ബൈണ്ടൂർ സ്റ്റേഷനിൽ ഇറങ്ങിയ ഞങ്ങൾ ഒരു ഓട്ടോയിലാണ് ക്ഷേത്രത്തിനടുത്തേക്ക് പോയത്. വോക്കബിൾ ഡിസ്റ്റൻസിൽ തന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ടെന്നും ഓരോ മണിക്കൂർ ഇടവിട്ട് മൂകാംബിക ദേവി ക്ഷേത്രത്തിന്റെ അടുത്തേക്ക് ബസ് ഉണ്ടെന്നുമാണ് അറിയാൻ കഴിഞ്ഞത്. അന്ന് 600 രൂപയായിരുന്നു ഓട്ടോ ചാർജ്. ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തുള്ള സത്യ റെസിഡൻസിയിലായിരുന്നു ഞങ്ങൾ സ്റ്റേ ചെയ്തത്. ചെക്കിംഗ് ടൈമിന് വളരെ നേരത്തെ ആയിരുന്നു ഞങ്ങൾ എത്തിയതെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് റൂം റെഡിയാക്കി തന്നു. മഴയുള്ള സമയത്ത് പോയതുകൊണ്ട് തന്നെ ഞങ്ങൾ നോൺ AC റൂമായിരുന്നു ചൂസ് ചെയ്തത്. ഞങ്ങൾ 4 പേരായതുകൊണ്ട് തന്നെ നല്ല വലിയ റൂമായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. ഫ്രഷ് ആയതിനു ശേഷം തൊട്ടടുത്തുള്ള കേരള ഫുഡ് കിട്ടുന്ന ജ്യോതിസ് റെസ്റ്റോറന്റിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോയത്. ഹോളിഡേയും വീക്കെൻഡും ഒന്നിച്ച് വന്നതുകൊണ്ട് നല്ല തിരക്കുള്ള സമയമായതുകൊണ്ട് തന്നെ ഒരുപാട് ക്യൂ നിന്നിട്ടാണ് ദേവിയെ ദർശിക്കാൻ കഴിഞ്ഞത്. ഇതാണ് മൂകാംബികയിലുള്ള സരസ്വതി മണ്ഡപം. എന്നാണെങ്കിലും ഏത് പ്രായത്തിലുള്ളവർക്കും ഇവിടെ എഴുത്തിനിരിക്കാവുന്നതാണ്. സരസ്വതി മണ്ഡപത്തിലും ഉപദൈവങ്ങളെയും തൊഴുതതിന് ശേഷം ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തായിരുന്നു. അതിനുശേഷം അമ്പലത്തിൽ നിന്ന് തന്നെയുള്ള അന്നദാനമാണ് ഞങ്ങൾ കഴിച്ചത്. വളരെ വലിയ അന്നദാന ഹോളാണ് മൂകാംബികയിലെ. ക്യൂയിൽ നിന്ന് പ്ലേറ്റിലെ ഭക്ഷണം വാങ്ങിച്ചിട്ട് അവിടെ പോയി ഇരുന്ന് കഴിക്കുകയാണ് ചെയ്യുന്നത്. ചോറും സാമ്പാറും മോരും പായസവും എല്ലാം ആയിരുന്നു ഉണ്ടായിരുന്നത്. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ സൗപർണികയിലേക്കാണ് പോയത്. അങ്ങോട്ട് 50 രൂപയായിരുന്നു ഓട്ടോ ചാർജ്. ദിവസങ്ങളായിട്ടുള്ള തുടർച്ചയായ മഴ കാരണം നല്ല ഒഴുക്കുള്ളത് കൊണ്ട് തന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ അനുവാദമുണ്ടായിരുന്നില്ല. നല്ല മഴയായതുകൊണ്ട് തന്നെ കുടജാദ്രിയിലേക്കുള്ള യാത്രയും നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. കുറച്ചു നേരം തൊട്ടടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിലും കൂടെ ചെലവഴിച്ചിട്ട് ഞങ്ങൾ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് തന്നെ തിരിച്ചുപോയി. 3 മണിക്ക് നട തുറക്കുന്ന സമയമായതുകൊണ്ട് തന്നെ വലിയ തിരക്കില്ലാതെ വീണ്ടും കയറി തൊഴാൻ പറ്റി. സന്ധ്യയ്ക്ക് വീണ്ടും അമ്പലത്തിലെത്തി ദേവിയുടെ ദീപാരാധനയും ശീവേലിയും എല്ലാം കണ്ടു. കേരളത്തിലുള്ളവർക്കും സരസ്വതി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുവാനായി ദേവിയെ കേരളത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ശങ്കരാചാര്യർ കുടജാദ്രിയിൽ തപസ് ചെയ്തു. ആ തപസ്സിൽ സംതൃപ്തയായ ദേവി ശങ്കരാചാര്യരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും എന്ത് വരമാണ് വേണ്ടത് എന്ന് ചോദിക്കുകയും ചെയ്തു. തന്നോടൊപ്പം കേരളത്തിലേക്ക് വരണമെന്നും അവിടെ പ്രതിഷ്ഠയായിട്ട് ഇരിക്കണമെന്നുമാണ് ശങ്കരാചാര്യർ ദേവിയോട് ചോദിച്ച വരം. എന്നാൽ അങ്ങനെ ആവട്ടെ, മുന്നിൽ നടന്നോളൂ, ഞാൻ പുറകിൽ വന്നേക്കാം എന്ന് ദേവി പറഞ്ഞു. അങ്ങനെ ശങ്കരാചാര്യർ മുന്നിലായിട്ടും ദേവി പുറകിലായിട്ടും യാത്ര തുടങ്ങി. തന്റെ പുറകിൽ നടന്നു വരുന്ന ദേവിയുടെ കാൽച്ചിലമ്പിന്റെ ശബ്ദം കേട്ടുകൊണ്ടാണ് ശങ്കരാചാര്യർ നടന്നത്. ദേവി ഒരു കാര്യം കൂടെ പറയുകയുണ്ടായി. ഒരു കാരണവശാലും തിരിഞ്ഞു നോക്കരുതെന്നും തിരിഞ്ഞു നോക്കിയാൽ എവിടെ വെച്ചാണോ തിരിഞ്ഞു നോക്കുന്നത് അവിടെ താൻ പ്രതിഷ്ഠയിരിക്കുമെന്നും. നടന്നുകൊണ്ടിരിക്കെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ശങ്കരാചാര്യരെ പരീക്ഷിക്കാമെന്ന് ദേവി കരുതി. അങ്ങനെ ദേവി അവിടെ നിന്നു. ശങ്കരാചാര്യർ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ദേവിയുടെ കാൽച്ചിലമ്പിന്റെ ശബ്ദം കേൾക്കാതായപ്പോൾ ദേവി പുറകിലില്ലേ എന്ന സംശയത്തോടെ അദ്ദേഹം തിരിഞ്ഞു നോക്കി. ആദ്യം പറഞ്ഞതുപോലെ തന്നെ ദേവി അവിടെ പ്രതിഷ്ഠയായി.
അന്ന് ദേവി പ്രതിഷ്ഠയിരുന്ന ആ സ്ഥലമാണ് ഈ മൂകാംബിക ക്ഷേത്രം. ദേവിയുടെ കാൽച്ചിലമ്പിൻ്റെ ശബ്ദം നിന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ മൂകമായതുകൊണ്ടാണ് മൂകാംബിക എന്ന പേര് ലഭിച്ചത്. അതുകൂടാതെ മൂകാസുരനെ വധിച്ചതുകൊണ്ടാണ് ദേവിക്ക് മൂകാംബിക എന്ന് പേര് വന്നത് എന്നും പറയുന്നുണ്ട്. ദേവിയെ സേവിച്ച് മൂകാംബികയിൽ കഴിഞ്ഞു പോന്ന ശങ്കരാചാര്യർക്ക് കേരളത്തിലേക്ക് ദേവിയെ കൊണ്ടുവരണം എന്ന ആഗ്രഹം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം വീണ്ടും തപസ് ചെയ്തു. ആ തപസ്സിൽ പ്രീതിയായ ദേവി താൻ കുറച്ചു നേരത്തേക്ക് സരസ്വതിയായി കേരളത്തിലേക്ക് വരാം എന്ന് സമ്മതിച്ചു. അതുകൊണ്ട് തന്നെ രാവിലെ നട തുറന്നതിന് ശേഷം നിർമ്മാല്യവും ഉഷപൂജയും കഴിഞ്ഞ് 5 മണി വരെ സരസ്വതിയായി മൂകാംബിക ദേവി ചോറ്റാനിക്കരയിൽ നമുക്ക് ദർശനം നൽകുന്നു. അങ്ങനെ ദേവി മൂകാംബികയിൽ തിരിച്ചെത്തി 5 മണിക്ക് ശേഷമാണ് മൂകാംബിക ക്ഷേത്രത്തിൽ നട തുറക്കുന്നത്. മൂകാംബികയിലെ പൂജാ സമയങ്ങളാണ് ഈ സ്ക്രീനിൽ കാണുന്നത്. അങ്ങനെ രാവിലത്തെ പൂജകൾക്കെല്ലാം ശേഷം ഉച്ചയ്ക്ക് 1:30-യോടെയാണ് നടയടയ്ക്കുന്നത്. അതിനുശേഷം 3 മണിയാവുമ്പോൾ നട തുറക്കും. വൈകുന്നേരം 6:30-ക്ക് തുടങ്ങുന്ന പ്രദോഷ പൂജ 8:45 കഷായ മംഗളാരതിയോടെയാണ് അവസാനിക്കുന്നത്. അതിനുശേഷമാണ് ഇവിടുത്തെ ഔഷധ കഷായം ഭക്തർക്ക് ലഭിക്കുന്നത്. അങ്ങനെ പൂജകൾക്കെല്ലാം ശേഷം രാത്രി 9 മണിക്കാണ് നടയടയ്ക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ ഒന്നുകൂടി അമ്പലത്തിൽ പോയി തൊഴുതതിനു ശേഷമാണ് ഞങ്ങൾ സത്യ റെസിഡൻസിയിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഓട്ടോയിലാണ് ഞങ്ങൾ ബൈണ്ടൂർ സ്റ്റേഷനിലേക്ക് മൂകാംബികാമ്മയോട് യാത്ര പറഞ്ഞ് തിരിച്ചുപോയത്. ബൈണ്ടൂരിൽ നിന്ന് ഉടുപ്പിയിലേക്കും ഉടുപ്പി കൃഷ്ണന്റെ ദർശനത്തെക്കുറിച്ചും തിരിച്ച് എറണാകുളത്തേക്കുള്ള യാത്രയെക്കുറിച്ചും അടുത്ത വീഡിയോയിലൂടെ കാണാം.